ഷീറെ മഴ തോരുന്നു, വെള്ളമിറങ്ങുന്നു, ജലനിരപ്പ് താഴുന്നു. പക്ഷേ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അപ്പർ കുട്ടനാട് മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട്ടേക്ക് പോയാൽ കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മുണ്ടുപാലം റോഡിലാണ് 40ഓളം വീടുകളിൽ വെള്ളം കയറിയത്. നമുക്ക് അവിടേക്ക് പോകാം. ഇപ്പോൾ റിപ്പോർട്ടർമാർ, പ്രാദേശിക റിപ്പോർട്ടർമാരും റിപ്പോർട്ടറിന്റെ വാർത്താ സന്നാഹവും കേരളത്തിലെ മുക്കിലും മൂലയിലും നിന്ന് ഈ മഴയുടെ വിശേഷങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർമാരുടെ ഒരു വലിയ സംഘം തന്നെ ഇപ്പോൾ നിരത്തുകളിലുണ്ട്. ഒപ്പം എവിടെയൊക്കെ വെള്ളം കയറിക്കിടക്കുന്നു, എവിടെയാണ് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ആ ഇടങ്ങളിൽ നിന്നും തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ വാർത്താ സംഘത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് കോഴിക്കോട്ടോട്ട് പോയാൽ പ്രദേശവാസികളെ പൂർണ്ണമായും ഈ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ ബന്ധുവീടുകളിൽ അഭയം തേടി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. 40ഓളം വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ. നമുക്കപ്പം റോഷി പാലുണ്ട്. റോഷി, എന്താണ് ഇപ്പോൾ ഈ കുറ്റിക്കാട്ടൂരിലെ അവസ്ഥ? ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? അവിടെ ജലനിരപ്പ് ഉയരുകയാണോ അതോ വീടുകളിൽ നിന്ന് വെള്ളം വലിയുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത് റോഷി പാൽ? കുറ്റിക്കാട്ടൂർ മുണ്ടുപാലം റോഡിലാണ്. പൂർണ്ണമായും ഈ മേഖലയിൽ ഏതാണ്ട് 40ലേറെ വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ പെയ്ത കനത്ത മഴയുടെ തുടർച്ചയാണ് ഈ വെള്ളക്കെട്ട്. വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല. പ്രദേശവാസികളൊക്കെ ബന്ധുവീടുകൾ അഭയം തേടുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു വീടുണ്ട്. ഈ വീട് ഏതാണ്ട് അതിൻ്റെ താഴത്തെ നില പൂർണ്ണമായും മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. വീട്ടു സാധനങ്ങളൊക്കെ നശിച്ചു. വീട്ടുടമസ്ഥൻ നമുക്കൊപ്പം ഉണ്ട്. ഇത് ശ്രീകൃഷ്ണ നഗറാണ്. ശ്രീകൃഷ്ണ നഗറിലെ ആണ് ഏതാണ്ട് 40ലേറെ വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നത്. മഴ ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറഞ്ഞു, പക്ഷേ എന്നാലും ആശങ്കയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്? ഇന്നലെ രാത്രി തന്നെ വെള്ളം കയറി. 3:30 ഞാൻ എണീറ്റ് അത് കാണുന്നത്. പിന്നെ നാട്ടുകാരൊക്കെ കൂട്ടിയും ചൊറ്റക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവരൊക്കെ കൂട്ടി ചെയ്തിച്ചാണ്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ അതിൻ്റെ മോൻ്റെ വീട് അവിടേക്ക് പോയി. ആ വീട്ടിൽ വെള്ളം കയറി? അല്ലല്ല, അവിടെ കയറിയില്ല. അവിടെ ഇപ്പോൾ പുതുതായിട്ടുണ്ടാക്കിയതാണ്. ഉയർത്തിയാൽ ഇത് ഒരു 10-30 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ വീടാണ്. ഒക്കെ നേരത്തെ പ്രളയകാലത്തും ഈ മേഖലയിൽ വെള്ളം ഉണ്ട്. 18-19 ഒക്കെ ഉണ്ടായിട്ടുണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്. ഇത് വലിയ നാശനഷ്ടം വരില്ലേ ഇങ്ങനെ വെള്ളം കയറിയപ്പോൾ? ഇത് വൃത്തിയാക്കാനും വലിയ പ്രയാസമാണ്. ആളെ കിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അകത്ത് അവർ ഈ വെള്ളം കയറി തുടങ്ങുമ്പോൾ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഫ്രിഡ്ജ് അടക്കം അവർ പതുക്കെ മാറ്റി വെക്കുന്നുണ്ട്. ഇവർക്ക് നേരത്തെ ഒരു പ്രളയ അനുഭവം ഉള്ളതുകൊണ്ട് മഴവെള്ളം കുതിച്ചൊഴുകിയെത്തുമ്പോൾ തന്നെ അവർ അതിൻ്റെ ഒരു മുൻകരുതൽ എടുക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരെ വിഷമപ്പെടുന്നത് ഈ വെള്ളം ഒഴിഞ്ഞു പോകാൻ ഒരു വഴിയുമില്ല. തൊട്ടടുത്ത് മാമ്പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മേഖലയിൽ മഴ പെയ്തുണ്ടാകുന്ന വെള്ളം അത് പുറത്തേക്ക് ഒഴുകിപ്പോകാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖല ആകെ വെള്ളത്തിലേക്ക് മുങ്ങുന്നത്. അങ്ങനെ കുറ്റിക്കാട്ടൂർ ടൗണിലും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ ഗതാഗതമൊക്കെ ഭാഗികമായി തടസ്സപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് കാണാം. ഈ ഫ്രിഡ്ജൊക്കെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഈ കസേരയിലൊക്കെ അവർ കയറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കയറ്റി വെച്ച് അതൊക്കെ സുരക്ഷിതമാക്കി. ഈ അടുക്കളയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെയൊക്കെ കാണാം. വല്ലാത്തൊരു ദുരിതമാണ് അവർക്ക് ഈ മഴ സമ്മാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മഴ പെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണിത് ഈ പ്രദേശം. ഈ പ്രദേശത്ത് ഇതാദ്യമായ ഒരു അനുഭവമല്ല, ഏറെക്കാലമായി. അത് 2018 മഹാപ്രളയം മുതൽ ഇങ്ങോട്ട് ഈ മേഖലയിൽ ഒന്ന് ഇരുട്ടി മഴ പെയ്തു കഴിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥയാണിത്. വല്ലാത്ത വെള്ളക്കെട്ട്. പിന്നീട് ദിവസങ്ങളോളം ഇവർക്ക് വീടുകളിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. പിന്നീട് തിരിച്ചു വന്നാൽ പോലും അത് ക്ലീൻ ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുകയൊക്കെ അത്ര എളുപ്പമായിരിക്കില്ല. ഏതായാലും ഇവരൊക്കെ മാറിയിട്ടുണ്ട്. മഴ തൽക്കാലം മാറി, പക്ഷേ ഇപ്പോഴും ഇരുണ്ട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആശങ്കയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടില്ല, പക്ഷേ എല്ലാവരും ബന്ധുവീടുകളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ പ്രദേശത്ത് ഇപ്പോഴും ഒരു ആശങ്കയുണ്ട്. ആശങ്ക നിലനിൽക്കുകയാണ്. ഓക്കെ, കുറ്റിക്കാട്ടൂരിൽ നിന്നാണ് റോഷി പാൽ ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മിക്ക വീടുകളുടെയും അവസ്ഥ. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം അത്ര പെട്ടെന്ന് ഇറങ്ങുന്നില്ല. അതാണൊരു പ്രധാന പ്രതിസന്ധി. ഇപ്പോൾ വെള്ളപ്പൊക്ക സാഹചര്യം ഇടയ്ക്കിടെ സംഭവിക്കുന്നതിനാൽ ഓരോ വീട്ടിലും സംസ്ഥാന സർക്കാരുകൾ നിർബന്ധമായും ചെറിയ ബോട്ടുകൾ നൽകുന്നത് നല്ലതല്ലേ എന്ന് അനിത പറയുന്നു. അതവിടെ ആവശ്യമില്ല. ഇപ്പോൾ അപ്പർ കുട്ടനാടിൻ്റെ മേഖലയിലൊക്കെ അവിടെ ഇപ്പോഴും ചെറിയ വെള്ളമൊക്കെ ഉണ്ട്.